സംസ്ഥാനത്ത് മഴയും കാറ്റും ഇനിയും ഇങ്ങനെ തന്നെ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ റെഡ് അലർട്ട് ഉള്ളത്. അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇവിടങ്ങളിൽ പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 204 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നുള്ളത് കൊണ്ടാണ് അതിതീവ്ര മഴ എന്നതിനെ വിശേഷിപ്പിക്കുന്നത്. ബാക്കിയുള്ള 9 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പാണ്. അതുപോലെ തന്നെ നാളെയും കനത്ത മഴ പെയ്യുമെന്ന പ്രവചനം നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയും ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും റെഡ് അലർട്ട് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമുണ്ട്. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചതോടെ വിവിധ ജില്ലകളിൽ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ തിട്ടപ്പെടുത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതിതീവ്ര മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നു. ചെറുതുരുത്തിയിൽ ഓടുന്ന ട്രെയിനിന് മുകളിൽ മരം വീണൊരു വാർത്ത ഇക്കൂട്ടത്തിൽ ലഭിക്കുന്നതാണ്. പലയിടങ്ങളിലായി, പല ജില്ലകളിലായി 10-ലധികം വീടുകളിലാണ് മരം വീണ് തകർന്നിരിക്കുന്നത്. ആലപ്പുഴ, തൃക്കുന്നപ്പുഴ അടക്കം പലയിടത്തും കടൽക്ഷോഭം രൂക്ഷമായ വാർത്തയും കിട്ടുന്നുണ്ട്. തൃശൂർ അരിമ്പൂർ കോൾ പാടശേഖരത്തിൽ മിന്നൽ ചുഴലി ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. ചുഴലിയെ തുടർന്ന് പമ്പ് ഹൗസ് തകർന്നതായിട്ടുള്ള വിവരം ലഭിക്കുന്നു. മോട്ടോർ ഷെഡിന്റെ മേൽക്കൂരയടക്കം പറന്നുപോയി. ട്രസ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഇരുമ്പ് ഫ്രെയിമുകൾ കാറ്റിൽ ഇളകിത്തെറിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇന്ന് രാവിലെ ഏകദേശം ഒരു 10 മണിയോടുകൂടിയായിരുന്നു 100 ഏക്കർ വരുന്ന തോട്ടുപുര പാടശേഖരത്തിലെ മോട്ടോർ പുരയ്ക്ക് ഇങ്ങനെ ഒരു വലിയ നാശനഷ്ടമുണ്ടായത്. ഇടുക്കി മലങ്കര അണക്കെട്ടിന്റെ ഷട്ടറുകൾ മുന്നറിയിപ്പൊന്നും തന്നെ ഇല്ലാതെ തുറക്കേണ്ട സാഹചര്യം പോലും വരുന്നു. അതായത് വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായി തന്നെ പെയ്തിറങ്ങുന്നതുകൊണ്ട് ഡാമുകളിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ അങ്ങനെ 5 ജില്ലകളിൽ റെഡ് അലർട്ട് അതേപോലെ തന്നെ തുടരുന്നുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇനിയുള്ള 5 ദിവസത്തേക്ക് നൽകിയിരിക്കുന്ന സൂചനകൾ വ്യക്തമായി മനസ്സിലാക്കി തന്നെ ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. 25-ാം തീയതി മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 26-ാം തീയതി പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും റെഡ് അലർട്ടാണ്. ഇനി 25-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ 26-ാം തീയതിയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 27-ാം തീയതി പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 28-ാം തീയതി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. 29-ാം തീയതി കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി 27-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. 28-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ടുണ്ട്. 29-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനിയുള്ള 3 മണിക്കൂർ കേരളത്തിലെ തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ഒപ്പം മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനുള്ള പ്രവചന സാധ്യതയും പുറത്തുവിട്ടിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴയുടെ കരയിലുള്ളവർ വളരെയധികം ജാഗ്രത പാലിക്കാനുള്ള മുന്നറിയിപ്പും ഇക്കൂട്ടത്തിൽ തന്നെ ലഭ്യമാവുകയാണ്. കാരണം ഏലത്തൂർ പുഴയുടെ ജലനിരപ്പ് ഉയരുന്നതുകൊണ്ട് തന്നെ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംസ്ഥാന ജലസേചന വകുപ്പിന്റെ കൊള്ളിക്കൽ സ്റ്റേഷനിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഘട്ടത്തിൽ കോരപ്പുഴയുടെ കരയിൽ താമസിക്കുന്നവർ ഏറെ ജാഗ്രത പുലർത്തി വേണം മുന്നോട്ട് പോകേണ്ടത്. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്, ഒരു കാരണവശാലും നദികളിലൊന്നും തന്നെ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ ഈ മഴ സമയത്ത് പാടുള്ളതല്ല. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ, തീരദേശവാസികൾ വളരെ ജാഗ്രത പാലിക്കുക. കാരണം അധികൃതർ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞാൽ പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാനടക്കം നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ഒപ്പം തന്നെ തൃശൂർ ജില്ലയിലാണ് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തൃശൂർ ചന്ദ്രാപ്പിന്നി പപ്പട നഗറിൽ വെള്ളം കയറിയതായിട്ടുള്ള റിപ്പോർട്ടാണ്. കനത്ത മഴ മൂലം വെള്ളം കയറിയെന്ന റിപ്പോർട്ട് രാവിലെ തന്നെ ലഭിക്കുന്നുണ്ട്. 30-ലധികം വീടുകളാണ് ഇത്തരത്തിൽ വെള്ളത്തിലായിരിക്കുന്നത്. തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴയിൽ തോട് കരകവിഞ്ഞൊഴുകുകയാണ് ചെയ്തത്. വീടുകൾ അങ്ങനെ വെള്ളത്തിലായി. ദേശീയപാത ചന്ദ്രാപ്പിനി ബൈപ്പാസ് നിർമ്മാണത്തെ തുടർന്നും വെള്ളം ഒഴുകിപ്പോകുന്ന തോടുകൾ അടഞ്ഞു കിടക്കുന്നതുമൊക്കെ ഈ വെള്ളക്കെട്ടിന് കൂടുതൽ ശക്തി പകർന്നു.
തൃശൂർ ചെറുതുരുത്തിയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിലേക്കാണ് മരക്കൊമ്പ് വീണത്. ജാംനഗറിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ട്രെയിനിന് മുകളിലാണ് ഇത്തരത്തിൽ മരക്കൊമ്പ് വീണത്. വലിയൊരു അപകടമാണ് തലനാഴിരയ്ക്ക് രക്ഷപ്പെട്ടിരിക്കുന്നത്. 10:30 രാവിലെ ആയിരുന്നു ഈ അപകടമുണ്ടായത്. 1 മണിക്കൂർ നേരം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. തൃശൂർ കരിയാട്ടുകരയിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ ഒരു വാർത്തയും ഇക്കൂട്ടത്തിൽ തന്നെ പുറത്തു വരുന്നുണ്ട്. പുഴയ്ക്കൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ ഗോപിയുടെ വീടിന് മുകളിലാണ് മരം വീണത്. വീടിന്റെ 2ാമത്തെ നിലയിലേക്ക് വീടിന്റെ പുറകിലായി നിന്ന മരം വീഴുകയായിരുന്നു ചെയ്തത്. അതുപോലെ തന്നെ വയനാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വയനാട്ടിലെ വൈത്തിരി ഫെസ്റ്റ് മഴ ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ അവസാനിപ്പിച്ചു നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ മാസം 31 വരെയായിരുന്നു ഫെസ്റ്റ് നടത്തേണ്ടിയിരുന്നത്. അത് ഈ മാസം 31 വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. മുത്തങ്ങയിൽ വൈദ്യുതി പോസ്റ്റ് തകർന്ന് റോഡിന് കുറുകെ മരം വീണൊരു വാർത്ത ലഭിക്കുന്നുണ്ട്. അപകടം നടക്കുന്ന സമയത്ത് കടന്നു പോകാനായി ശ്രമിച്ച KSRTC ബസ്സും അല്പനേരം മരത്തിനിടയിൽ കുടുങ്ങിയ വാർത്ത കിട്ടുന്നുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ മരക്കൊമ്പ് പൊട്ടി വീണ ഒരു വിദ്യാർത്ഥിനിക്ക് പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. കെണിച്ചിറ പുരമടത്തിൽ സുരേഷിന്റെ മകൾ നമിതയ്ക്കാണ് ഇങ്ങനെ പരിക്ക് സംഭവിച്ചത്. വയനാട്ടിൽ NDRFന്റെ 28 അംഗ സംഘമാണ് എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് വയനാടിനെ സംബന്ധിച്ച് വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇപ്പോഴത്തെ ഈ മഴയെ നോക്കിക്കാണുന്നത്. മഴയിൽ മടക്കിമല ഗവൺമെന്റ് സ്കൂളിന്റെ ചുറ്റുമതിൽ 20 മീറ്ററോളം ഇടിഞ്ഞു വീണ വാർത്തയും കിട്ടുന്നുണ്ട്. ഒപ്പം ഇടുക്കിയിൽ പാമ്പാടുംപാറയിൽ മരം വീണ് ഒരു തൊഴിലാളിയായ സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ട്. മധ്യപ്രദേശ് സ്വദേശി മാലതിയാണ് മരണപ്പെട്ടത്. രാമക്കൽമേട് തേവാളപ്പടിയിൽ അതിശക്തമായ മഴ ഉണ്ടായത് മൂലം കാറിന് നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞുപോയൊരു വാർത്തയും ലഭിക്കുന്നു. കാറിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. വൈദ്യുതി പോസ്റ്റിലേക്കാണ് കാർ ഇടിച്ചു കയറി തല കീഴായി മറിഞ്ഞത്. ദേശീയപാത നവീകരണം നടക്കുന്ന അടിമാലി കരടിപ്പാറ മേഖലയിലൊക്കെ മണ്ണിടിച്ചിൽ വ്യാപകമാണ്. മൂന്നാറിലേക്കുള്ള വാഹനങ്ങളൊക്കെ ഇരുട്ടുകാനം വഴി തിരിഞ്ഞു പോകാനുള്ള നിർദ്ദേശം ഒരു ഭാഗത്ത് നൽകുന്നുണ്ട്. മണ്ണിടിഞ്ഞിരിക്കുന്ന മേഖലയിലൊക്കെ മണ്ണ് മാറ്റാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. എറണാകുളം ജില്ലയും സമാനമായ രീതിയിൽ തന്നെയാണ്. ഭൂതത്താൻകെട്ട് ഡാമിന്റെ 4 ഷട്ടറുകളാണ് മഴ ശക്തമായതോടെ ഉയർത്തിയിരിക്കുന്നത്. സെക്കൻഡിൽ 2 ലക്ഷം ലിറ്റർ വെള്ളമാണ് പുറത്തേക്കായി ഒഴുക്കുന്നത്. അതുകൊണ്ട് തന്നെ പെരിയാറിന്റെ തീരത്തുള്ളവർ ഏറെ ജാഗ്രത പാലിക്കുക എന്നുള്ള മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു. കണ്ണൂരിൽ ആലക്കോട് 2 വീടുകളാണ് കനത്ത മഴ മൂലം തകർന്നതായിട്ടുള്ള റിപ്പോർട്ട് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആർക്കും പരിക്ക് സംഭവിച്ചതായിട്ടുള്ള വിവരം ലഭിക്കുന്നില്ല. പുലർച്ചെ 2 മണിയോടെയാണ് ഇങ്ങനെ ഒരു അപകടമുണ്ടായത്. കണ്ണൂർ കുപ്പത്ത് ദേശീയപാതയിൽ കൂടുതൽ മേഖലയിൽ ഇങ്ങനെ മണ്ണിടിച്ചിലുണ്ടായി. മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീഴുകയാണ് ചെയ്തത്. രാത്രി മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ഇന്നലെ ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. മലപ്പുറത്ത് പൊന്നാനിയിലാണ് കടലാക്രമണം രൂക്ഷമായിരിക്കുന്നത്. മുൻകരുതൽ നടപടി എന്നതിന്റെ ഭാഗമായി തീരദേശ മേഖലയുമായി ചേർന്ന് താമസിച്ചിരുന്ന 5 കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മലപ്പുറം ചോലക്കുട്ടിയിൽ ശക്തമായ മണ്ണിടിച്ചിൽ സംഭവിച്ച ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഒരു വീട് പൂർണ്ണമായും തകർന്നു. 2ഓളം വീടുകൾ ഭാഗികമായി തകർന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. നിർമ്മാണത്തിലിരിക്കുന്ന പണി പൂർത്തിയായൊരു വീടാണ് തകർന്നത്. അതിന് സമീപത്തെ വീട്ടിലെ ഒരു സ്ത്രീക്ക് കാലിന് പരിക്ക് സംഭവിക്കുകയും ചെയ്തു. പത്തനംതിട്ട ജില്ലയിലും വ്യാപക നാശനഷ്ടം തന്നെയാണ് ശക്തമായ കാറ്റിലും മഴയിലും ഉണ്ടായിരിക്കുന്നത്. പമ്പ ചാലക്കയം റോഡിലും വടശ്ശേരിക്കര ചിറ്റാർ റോഡിലും മരങ്ങൾ വീണ് ഏറെ നേരമാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. പ്ലാപ്പള്ളി ആങ്ങമൂഴി റോഡിൽ മരം കാറിന് മുകളിലാണ് വീണത്. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് പറയുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. ഇനി കൊല്ലം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ കിഴക്കൻ മലയോര മേഖലയിലും നഗരപ്രദേശങ്ങളിലും ഇടവിട്ടുകൊണ്ട് ശക്തമായ മഴ പെയ്തിറങ്ങുകയാണ്. ഇന്നലെ രാത്രി പുനലൂർ കോട്ടവട്ടം സ്വദേശി ജോസിന്റെ വീടിന് മുകളിലേക്ക് ഒരു തേക്ക് മരം ഒടിഞ്ഞു വീണ വാർത്ത ലഭിക്കുന്നുണ്ട്. പരിക്കൊന്നും തന്നെ സംഭവിച്ചില്ല. അതുപോലെ തന്നെ കൊട്ടാരക്കരയിലും സമാനമായി വീടിന് മുകളിൽ മരം വീണിട്ടുണ്ട്. വീട്ടിൽ ആളില്ലാത്തതുകൊണ്ട് വലിയൊരു അപകടമാണ് ഇത്തരത്തിൽ ഒഴിവായത്.